ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുരിങ്ങ ഇലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പറിച്ചിടുന്നതിന് മുന്നേ നന്നായി ഒന്ന് വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒലച്ച് കഴുകിയിട്ട് അതിൻ്റെ കീടങ്ങൾ മുഴുവൻ നോക്കിയിട്ട് വേണം അതിങ്ങനെ ഒലച്ച് കഴുകാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ആ വെള്ളത്തിലെ ഇലകൾ പറ്റിയിട്ട് നമ്മൾക്കൊന്നും കാണാൻ പറ്റൂല, അത് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ കളഞ്ഞിട്ട് വേണം വെള്ളത്തിലൊന്ന് ഒലച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന ശേഷം നന്നായിട്ട് ഒന്ന് പറിച്ചെടുത്തതാണിത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഓരോരാൾ ഓരോരോ രീതിയിലായിരിക്കും മുരിങ്ങയില തോരൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് മുരിങ്ങയില തോരൻ വെക്കാനുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അരിയൊക്കെ നന്നായി ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങ ചിരവി വെച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് കുറേശ്ശെ മുരിങ്ങയില ഇട്ടിട്ട് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ അരിമണികൾ ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം തേങ്ങ ചിരവിയതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചേർത്തതും പിന്നെ ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പറിച്ചിട്ട മുരിങ്ങയിലകൾ എല്ലാം ആ വറവിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോൾ ഒരുപാട് നിറച്ചുണ്ടായിട്ടേ. അപ്പോൾ ഇപ്പം നോക്കി ആ ചൂട് കൊണ്ട് എല്ലാം ഒന്ന് താണു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി നമ്മൾക്ക് ഇതിൻ്റെ ആ കട്ടയിലൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണോ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി നമ്മൾക്കിത് വളരെ കുറഞ്ഞ തീയിൽ ഇതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൽ ഒറ്റത്തുള്ളി വെള്ളം പോലും ആക്കരുത്. മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ സാധാരണ ആരും വെള്ളമൊന്നും ആക്കൂല. പക്ഷേ എങ്കിൽ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിച്ചതേ മാത്രം. അപ്പോൾ ഇതൊന്നുകൂടി അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് മുരിങ്ങയില തോരൻ അഥവാ ഉപ്പേരി റെഡി ആയിട്ടുണ്ടോ നോക്കാം. കണ്ടില്ലേ, എല്ലാം നന്നായി നല്ല ഉതിർന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആരെങ്കിലും മുരിങ്ങയില തോരൻ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെയാണോ വെക്കുന്നത് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ തേങ്ങയുടെ കൂടെ ഉപ്പ് ചതച്ചിടാൻ മറക്കരുത്. അല്ലാതെ ഇല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിന് ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത മാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.